20,000 രൂപ 22,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ സ്റ്റാൻഡേർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നീറ്റ് എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടുന്നതാണ്. അതായത് ഏകദേശം 15,000 രൂപ 20,000 രൂപ 25,000 രൂപ 20,000 രൂപയ്ക്ക് യൂണിക്കോൺ അല്ലേ. 60ഓളം വണ്ടികളാണ് ടോട്ടൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ കാണുന്ന വണ്ടികളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. 25,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ക്ലാസിക് 350 ആണ്. 15,000 രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. ടോട്ടൽ വില ചോദിക്കുന്നത് 55,000 രൂപയാണ്. 10,000 രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആക്റ്റീവ അല്ലേ. 2014 മോഡൽ പവർ സാധനമാണ്. പുലിക്കുട്ടി തന്നെ. റെഡി ക്യാഷ് ഒരു 35 രൂപ കൊടുക്കും. 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം ഈ ഒരു 220. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാ. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വമ്പൻ ചാകര തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം ക്ലാസിക് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളാണ് മൊത്തം. ക്ലാസിക്, സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ എലക്ട്ര അങ്ങനെയുള്ള വണ്ടികളാണ് മൊത്തം ഇരിക്കുന്നത്. ഇപ്പം ബുള്ളറ്റുകൾ ഇതുപോലെ നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഷോപ്പാണ് എവിടെ എന്തുവാ എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ലെഗസി മോട്ടോഴ്സിലാണ്. നമ്മുടെ അമീറിൻ്റെ അടുത്താണ്. അമീർ എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ എത്ര കളക്ഷൻ ഉണ്ട് റോയൽ എൻഫീൽഡ് മൊത്തം? എത്ര? 26-27 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട്. 27 വണ്ടികളോളം ഉണ്ട്. ഞാൻ ഇത്രയും വണ്ടികൾ മറ്റൊരു ഷോപ്പിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയുണ്ട്? വണ്ടി കാണുമ്പോൾ തന്നെ എല്ലാം നീറ്റ് വണ്ടികളാണ്. എല്ലാം നമ്മൾ കറക്റ്റ് സർവീസ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്ന വണ്ടികളാണ് എല്ലാം ആണല്ലേ. ഓക്കെ. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഏത് മോഡലോട്ടാണ് കൊടുക്കാൻ പറ്റും? 2017 പോലെ കൊടുക്കാം. 2017 മോഡലുള്ള വണ്ടികൾ 17 ആകുമ്പോഴത്തേക്ക് 60%, 70% വരെ ഫണ്ടിങ് കിട്ടത്തുള്ളൂ. 18 ആകുമ്പോഴത്തേക്ക് നമുക്ക് 80% വരെ ഫണ്ടിങ് കിട്ടും അല്ലേ. ഓക്കെ. അപ്പോൾ ഫിനാൻസ് കിട്ടാത്ത എല്ലാം കിട്ടുന്ന വണ്ടികളാണോ? കിട്ടാത്ത വണ്ടികളുണ്ട്. കിട്ടാത്ത വണ്ടികളുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നതായിരിക്കും എല്ലാ വണ്ടിയുടെയും. അതുപോലെ തന്നെ R15 വേർഷൻ 2 ഒക്കെ ഇരിപ്പുണ്ടല്ലേ. വേർഷൻ 2, വേർഷൻ 3, വേർഷൻ 4, NS, അതുപോലെ യൂണിക്കോൺ, ഒരുമാതിരിപ്പെട്ട വണ്ടികളെല്ലാം ഇരിപ്പുണ്ട്. അപ്പം സിവിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രൂഫ് വേണ്ടത്? നമുക്ക് ഇപ്പം വേണ്ടതെന്ന് വെച്ചാൽ ആധാർ, വോട്ടർ ID അല്ലെങ്കിൽ ലൈസൻസ്. വോട്ടർ ID ഇല്ലെങ്കിൽ ലൈസൻസ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ കരമടച്ച രസീത് അല്ലെങ്കിൽ കറണ്ട് ബില്ലിന്റെ റെസീപ്റ്റ്. ചിലർക്കൊക്കെ കറണ്ട് ബില്ലിന്റെ കരമടച്ച രസീത് തരാൻ ബുദ്ധിമുട്ട് കാണും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആധാർ, വോട്ടർ ID മാത്രം ചെയ്യാം. ഈ വോട്ടർ ID ഇല്ലാത്തവർക്ക് ലൈസൻസ്. എല്ലാം സെയിം അഡ്രസ് ആയിരിക്കും. ഈ രണ്ട് പ്രൂഫും താമസിക്കുന്നവരാണെങ്കിൽ ആധാറും വോട്ടർ ID ഉണ്ടെങ്കിൽ എടുക്കാം. ആധാർ ലൈസൻസ് ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ. അപ്പം ആർക്ക് വേണമെങ്കിലും ഫിനാൻസ് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓൾ കേരള ചെയ്ത് കൊടുക്കാമല്ലോ. ഓൾ കേരള നമുക്ക് കാസർഗോഡ് ഒഴിച്ച് ബാക്കി ജില്ലയും ചെയ്യാം. കാസർഗോഡ് ചെയ്യാൻ പറ്റത്തില്ല. കാസർഗോഡ് ഇച്ചിരി പ്രശ്നമാണ്, കർണാടകയായിട്ട് അടുത്ത് കിടക്കുന്നതാണ്. ഓക്കെ. അപ്പം ബാക്കി എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഈ പ്രായമുണ്ടോ ഈ ഫിനാൻസ് ചെയ്ത്? പ്രായം നമുക്ക് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. 21 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഉള്ളവർക്ക് ഫിനാൻസ്. അതായത് 60 വയസ്സിൽ ലോൺ തീരണം. ഓ അങ്ങനെ. അല്ലാതെ 60ാമത്തെ വയസ്സിൽ ലോൺ ചെയ്യാം. ഓക്കെ. 3 വർഷത്തേക്കാണെങ്കിൽ നമുക്കൊരു 67 വയസ്സിൽ ലോൺ ചെയ്ത് തുടങ്ങിയാൽ 60 വയസ്സാകുമ്പോൾ ലോൺ കഴിയും. ഓക്കെ. അപ്പോൾ 60 വയസ്സിൽ ലോൺ തീരണം. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ഫിനാൻസിന് വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ദൂരെ നിന്നൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര മണിക്കൂർ കൊണ്ട് ഫിനാൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് രാവിലെ നേരത്തെ വിളിച്ചിട്ട് വരുവാണെങ്കിൽ നമ്മൾ രാവിലെ എത്തിയാൽ നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് വണ്ടി കൊടുക്കാം. ചില കേസുകൾ അതിനെക്കാട്ടി നേരത്തെ അപ്രൂവ് 2 മണിക്കൂർ കൊണ്ട് അപ്രൂവ് വരും. 1 മണിക്കൂർ കൊണ്ട് അപ്രൂവ് വരുന്ന കേസുകളുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ഫിനാൻസ് കമ്പനി? നമുക്ക് മാക്സ് വാല്യൂ ഉണ്ട്, ബൈക്ക് ബസാർ ഉണ്ട്, ഓക്കെ. ഏകദേശം എല്ലാ വണ്ടികളും എല്ലാ ഫിനാൻസും എല്ലാം ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഒരു വണ്ടി വാങ്ങാനെ കൊണ്ട് റെഡി ക്യാഷിന് വാങ്ങാൻ വരുന്നവർക്കാണെങ്കിൽ ഒന്നും അറിയണ്ട, പൈസ കൊടുക്കുക, വണ്ടി എടുത്ത് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്ക് വണ്ടി ലോൺ അപ്രൂവ് ആയ വണ്ടി കൊടുക്കാം. റെഡി പേയ്മെന്റ് ആണെങ്കിൽ നേരെ വണ്ടി കൊണ്ടുപോകും. ആധാറും പ്രൂഫും ആധാർ മാത്രം കൊണ്ടുവന്നാൽ. ഓക്കെ. അപ്പോൾ വണ്ടി സംബന്ധമുള്ള എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളായിരിക്കുന്ന വണ്ടി കൊടുത്തിട്ട് വണ്ടി വാങ്ങാനാണെങ്കിൽ അതിനും വിളിക്കാം. നിങ്ങളുടെ വണ്ടി കൊടുത്ത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ ഗൾഫിനൊക്കെ പോകുന്നവർക്കൊക്കെയാണ് വണ്ടി വീട്ടിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ മാക്സിമം വിലയ്ക്ക് നമ്മൾ വണ്ടി എടുക്കും. ഓക്കെ. അപ്പോൾ വണ്ടി സംബന്ധമുള്ള എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അമീറിനെ വിളിക്കാം. ഞായറാഴ്ച ഓപ്പൺ ആണോ? ഞായറാഴ്ച നമ്മൾ അത്യാവശ്യം ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് തുറന്ന് വണ്ടി എടുത്ത് കൊടുക്കുകയും കാണിക്കുകയും ചെയ്യും. ഓക്കെ. നമ്മൾക്ക് അടുത്തില്ല. ഓക്കെ. ടൈമിംഗ് എങ്ങനെ? നമ്മൾ രാവിലെ 9:30 തൊട്ട് 6:30 വരെ. ഓക്കെ. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ വിളിക്കുക. രാത്രിയിൽ 2 മണിക്ക് 3 മണിക്കൊക്കെ വീഡിയോ കാണുമ്പോൾ വിളിക്കുന്ന ഒരു 9 വരെ വിളിച്ച് നമ്മൾ ഫോൺ എടുക്കും. കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ വണ്ടി സംബന്ധമുള്ള എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം. ഫിനാൻസ് കാര്യങ്ങളെല്ലാം കാസർഗോഡ് വെച്ച് ബാക്കി എല്ലാവർക്കും ഫിനാൻസ് സെറ്റ് ചെയ്ത് തരുന്നതുമാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു RC ഇരിപ്പുണ്ടല്ലേ? RC 200 ഇരിപ്പുണ്ട്. ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങാം. എങ്ങനെയാ? RC 200 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പിലുള്ള 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ. BS4 ആണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് BS4 RC 200 ABS വരുന്ന വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണറാണ്. 30,000 കിലോമീറ്റർ ആണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഫിനാൻസിന് കൊടുക്കാമല്ലോ അല്ലേ? ഫിനാൻസിന് കൊടുക്കാം. നമുക്കൊരു ഫസ്റ്റ് ഒരു 60 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. 60,000 രൂപ അടച്ചാൽ.
ഫുൾ വില വരുന്നത് 1.75. 1.75 ടോട്ടൽ വില ചോദിക്കുന്നത്. അതിൽ 65,000 രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ച ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി കൂടിയാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. BS4 ആണ് പ്രത്യേകിച്ച് എടുത്ത് പറയാം. BS4 ഓക്കെ BS4 RC200 ആണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അടുത്തൊരു കിച്ചൺ സാധനം അല്ലേ? അടുത്ത KTM-ന്റെ പുലിക്കുട്ടി എന്ന് വേണം പറയാനായിട്ട്. അതെ ഡൂക്ക് 390 BS3 വേരിയന്റ് ആണ്. BS3 വേരിയന്റ്. ഓക്കെ, വണ്ടി തേർഡ് ഓൺഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ മൊത്തം റൺ ചെയ്തിട്ടുണ്ട്. നിലവിൽ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കാ കണ്ടീഷനാണ്. ഓക്കെ എന്താ വില ചോദിക്കുന്നത്? മോഡൽ എത്ര പറഞ്ഞേ? 2014 മോഡൽ പവർ സാധനമാണ്, പുലിക്കുട്ടി തന്നെ. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. ഫിനാൻസ് കിട്ടുമില്ലല്ലോ? ഇത് ഫിനാൻസ് കിട്ടും. നമുക്ക് 17 ശേഷമുള്ള വണ്ടി ഇതിന് ഫിനാൻസ് എടുത്തു. 2014 വണ്ടിയാണ്. ഇതിന് നമുക്കൊരു ഫൈനൽ ഒരു 1.25 കൊടുക്കാം. 1,25,000 രൂപ റെഡി ക്യാഷ്. എവിടെ ചെന്ന് ചോദിച്ചാലും 1,30,000 35,000 മാർക്കറ്റുള്ള വണ്ടിയാണ്. ആണല്ലേ? നമ്മൾ 1,25,000 രൂപ കൊടുക്കും. 25,000 രൂപ കൊടുക്കും. ഓക്കെ, റെഡി പേയ്മെന്റ് കൊടുത്ത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വരാം. ഡ്യൂക്ക് 390 2014 മോഡൽ. 2014 മോഡൽ. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അടുത്തത് 2021 മോഡല് ഹോണ്ട CB350 RS ആണ്. RS 350 വേരിയന്റ് ആണ്. നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. 17,000 കിലോമീറ്റർ ആണ് മൊത്തം ഓടിയിട്ടുള്ളത്. ബേക്ക് ടയർ മാറിയിട്ടുണ്ട്. വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ചടയങ്ങൾ, നമ്മുടെ RTO വണ്ടിയാണ്. ഓക്കെ, വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. ഫിനാൻസിനാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഒരു 50 രൂപ അടച്ചാൽ 50,000. വണ്ടിയുടെ ഫുള്ള് വില 1,60,000 രൂപ. ഏകദേശം 1.70 മാർക്കറ്റുള്ള വണ്ടിയാണ്. 17,000 കിലോമീറ്റർ ആണ് മൊത്തം ഓടിയിട്ടുള്ളത്. 17,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. 17,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? മോഡൽ 2021 ആണ് മോഡൽ. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. ചടയമംഗലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ 50,000 രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ച് നിങ്ങൾക്ക് ഈ ഒരു CB350 സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഈ CB350 ഐനസും തമ്മിലുള്ള വ്യത്യാസം എന്തോ? ഐനസും തമ്മിൽ ട്രാക്ഷൻ കൺട്രോളുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഇതാണ് അന്ന് ഇറങ്ങിയതിൽ വില കൂടിയ വണ്ടി അല്ലേ? യാത്രാസുഖമായാലും കുറച്ചും കൂടെ കംഫർട്ട്, ഷോക്ക് അബ്സോർബർ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും ഒരുപോലെ ഇരിക്കുക കാണുമ്പോൾ. വണ്ടി കാണുമ്പോൾ ഒരേപോലെയാണ്. ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളായിരിക്കും അല്ലേ? ട്രാക്ഷൻ കൺട്രോൾ വരും. ഇവിടുത്തെ സ്വിച്ച് വ്യത്യാസം വരും. ഓക്കെ, അടുത്തത് MG അല്ലേ? അടുത്ത MG വെർഷൻ 2. 2022 മോഡൽ USB 4 വരുന്ന വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 17,000. നിലവിൽ 1,65,000 1,70,000 മാർക്കറ്റിൽ വിലയുണ്ട് ഇപ്പോൾ. നമുക്ക് ലാസ്റ്റ് ഒരു 1,60,000 കൊടുക്കാം. 1,60,000 പുത്തൻ ടയറാണ്. ബാക്കി പുത്തൻ ടയർ കിടപ്പുണ്ട്. 1,60,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? 2022 മോഡലാണ്. എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടക്കണം? നമുക്കൊരു 50 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? വണ്ടി ഇറക്കാം. വീണ്ടും ഒരു MG തന്നെ. ഇതേതാ മോഡല്? ഇത് 2019 മോഡല്. MG വെർഷൻ 1 ആണ്. ഇത് വെർഷൻ 2, ഇത് വെർഷൻ 1. 30,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ്. ABS വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,10,000 രൂപ. നമുക്കൊരു 25 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 25,000 രൂപയ്ക്ക് MG സ്വന്തമാക്കാം അല്ലേ? സ്വന്തമാക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അടുത്തത് 2021 മോഡൽ ഡൊമിനാർ 250 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 30,000 കിലോമീറ്റർ. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നല്ലൊരു നമ്പർ ഉണ്ടല്ലേ? 2000 ഫാൻസി നമ്പറാണ്. നിലവിലെ അപാകതയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഫുൾ പ്രൈസ് 1,40,000. നമുക്കൊരു 30 രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. 30 രൂപ അടച്ചാൽ കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് അല്ലേ? അടുത്ത ഡൊമിനാർ 400. 2020 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. തിരുവനന്തപുരം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വരുന്നത്. ഇതിന്റെ 400 ആണ്. ഇതും ഫുൾ പ്രൈസ് 1,40,000 രൂപ. 1.5 രൂപ മാർക്കറ്റ് ഉണ്ട് ഇപ്പം നിലവിൽ. 2019 മോഡൽ ബ്ലാക്ക് എഡിഷൻ വണ്ടിയാണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്കൊരു 30 രൂപ അടച്ചാൽ 30-35 രൂപ അടച്ചാൽ വേണ്ടി സ്വന്തമാക്കാം. 30 രൂപ 35 രൂപ അടച്ചു കഴിഞ്ഞാൽ നല്ല ട്രാക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാം അല്ലേ? സിവിൽ അത്യാവശ്യം ട്രാക്ക് ഉണ്ടെങ്കിലല്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടെ 45 അടക്കേണ്ടി വരും. 45 അടക്കേണ്ടി വരില്ല. സിവിൽ നോക്കിയിട്ടായിരിക്കും എല്ലാവരുടെയും. നമ്മൾ ഡൗൺ പേയ്മെന്റ് പറയുമ്പോൾ അത് തന്നെ കിട്ടണമെന്നില്ല. സിവിൽ അനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് 180F. അടുത്ത 2019 മോഡൽ 180F. 220 അല്ല, പ്രത്യേകം എടുത്ത് പറയാനുള്ളതാണ്. കിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട. 220 അല്ല, 180F ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. 38,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. നിലവിൽ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ബേക്ക് ടയർ ഇത്തിരി കുറവാണ്, അതേ ഉള്ളൂ. ബാക്കി ടയർ കുറവുണ്ട് അല്ലേ? അതേ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം പക്ക. ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 55,000 രൂപ. 55,000 രൂപ കൊടുത്ത് ഈ ഒരു 180 15,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി സ്വന്തമാക്കാം. 15,000 രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ടോട്ടൽ വില ചോദിക്കുന്നത് 55,000 രൂപയാണ്. അടുത്തത്
അടുത്തത് 220 അത് 220 ആണ്. 2014 മോഡൽ 220 ആണ്. തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് അല്ലേ? ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് എടുക്കില്ല, 2014 ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് റെഡി ക്യാഷ് ഒരു 35 രൂപ കൊടുക്കാം. 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം ഈ ഒരു 220. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. 180 150 ആണോ 180 ആണോ? ഇത് 150 ഡുവൽ ഡിസ്ക് ABS എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, 2020 മോഡൽ, 15,000 കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി. 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഒരു 75 രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. നമുക്കൊരു 20 രൂപയൊക്കെ അടച്ചാൽ ആ വണ്ടി സ്വന്തമാക്കാം. 20,000 രൂപ അടച്ചു. 20,000 രൂപ അടച്ചാൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. വാങ്ങാൻ താല്പര്യമുള്ളത് വിളിക്കാം. അടുത്തത് വരുന്ന റോയൽ എൻഫീൽഡ് ഹണ്ടർ 350. പറഞ്ഞോ. 2022 മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ ഓടി വണ്ടി, 30,000 കിലോമീറ്റർ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷൻ കണ്ടാലേ അറിയാം അല്ലേ? നിലവിൽ 1,65,000 ഏത് കട ചെന്നാലും ചോദിക്കും. നമ്മൾ എന്തോ ഇവിടെ 1.5 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാം. 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2022 മോഡൽ 100 ആണ്. ഓക്കെ, ഒരു വർഷം ഒരു 40 രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ, ഏകദേശം 40 രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. ഫിനാൻസിൽ സ്വന്തമാക്കാം ഈ ഒരു 100. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അടുത്തത് ഡ്യൂക്ക്. ഇതും KTM-ന്റെ ചീറ്റപ്പുലി. നേരത്തെ പറഞ്ഞ കണക്ക് ഡ്യൂക്ക് 390 BS3 വേരിയന്റ്. ഇത് അഡീഷണൽ ആയിട്ട് പെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഡുവൽ ടൺ വരുന്ന പെയിന്റ് ആണ്. സാധാരണ നോർമൽ പെയിന്റ് അല്ല, ഡുവൽ ടൺ ആണ്. ഒരു ഗ്രീനും വയലറ്റ് ഷെയ്ഡും ആണ് കാണുന്നത്. കാണുമ്പോൾ അറിയാം, വീഡിയോയിൽ കാണുമ്പോൾ അറിയാം. വെയിലത്ത് വെക്കുമ്പോഴത്തേക്ക് കൂടുതലും വയലറ്റ് ഷെയ്ഡ് ആയിരിക്കും വരുന്നത്. കാർബൺ കാര്യങ്ങൾ, സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പെയിന്റ് BS3 വേരിയന്റ് ആണ്. ഇതും തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. ഡ്യൂക്ക് 390 1,35,000 രൂപ. 1,35,000 രൂപ റെഡി പേയ്മെന്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും അല്ലേ? റെഡി പേയ്മെന്റ് കൊടുത്ത് മേടിക്കേണ്ടി വരും. ഓക്കെ, വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അടുത്തത് ആക്റ്റീവ. ഒരു ആക്റ്റീവ ഒരു എൻഡോർക്ക് ഇരിപ്പുണ്ടല്ലേ? സ്കൂട്ടർ ഐറ്റംസ്. ഓക്കെ, ആ സ്കൂട്ടിയിൽ നമ്മളെ ആക്റ്റീവ് എൻഡോർക്കാണ് സ്റ്റോക്കുള്ളത്. നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു, അത് പോയി. ഓക്കെ, ഇത് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ജെന്യൂൻ കിലോമീറ്റർ ആണല്ലേ? 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ്. ഓക്കെ, കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എന്താ ചോദിക്കുന്നത്? നമ്മൾ 55 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 2019 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 10 രൂപ ഉണ്ടെങ്കിൽ ഈ ആക്റ്റീവ സ്വന്തമാക്കാം. 10,000 രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആക്റ്റീവ അല്ലേ? 2019 മോഡൽ 14,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ, വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കാം. അടുത്തത് വേർഷൻ 4 അല്ലേ? അടുത്ത വെർഷൻ 4 2022 വെർഷൻ 4 ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വന്നേ ഉള്ളൂ. വണ്ടി വാഷ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അതാണ് ആ ഒരു വൃത്തിക്കുറവ്. നിലവിൽ 27,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. 2022 മോഡലാണ്. എവിടെ ചെന്നാലും 1,70,000 1,60,000 കുറഞ്ഞ് ആരും കൊടുക്കില്ല. നമ്മളെന്തോ 45,000 രൂപ. 1,45,000 രൂപയ്ക്ക് വേർഷൻ 4. വെർഷൻ 4 35,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാം. 35,000 രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റിയ വേർഷൻ 4 ആണ്. താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അടുത്തത് വേർഷൻ 3 അല്ലേ? അടുത്ത വെർഷൻ 3 2020 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. മൗണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്, നമ്മൾ വെച്ച് കൊടുക്കും. സാധനം മേടിച്ചത് വെച്ചിട്ടില്ല, കൊടുക്കാൻ നേരത്തെ നമുക്ക് വെച്ച് കൊടുത്ത് വണ്ടി വൃത്തിയാക്കി കൊടുക്കാം. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എവിടെ ചെന്നാലും 1,30,000 മാർക്കറ്റ് ഉണ്ട്. നമ്മൾ 1,15,000 രൂപ. 1,15,000. ഒരു 25,000 ഉണ്ട് ഈ വണ്ടി സ്വന്തമാക്കാം. മോഡൽ എത്ര പറഞ്ഞേ? 2020 മോഡൽ. 2020 മോഡൽ 1,15,000. ഫ്രണ്ട് പുത്തൻ ടയർ. ഡൗൺ പേയ്മെന്റ് എത്ര അടയ്ക്കേണ്ടി വരും ഫിനാൻസിലാണെങ്കിൽ? ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഒരു 25 രൂപ അടച്ചാൽ മതി. 25 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വേർഷൻ 3. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അടുത്തത് എൻഡോർക്ക് 2022 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. 14,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 2 ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2 പുത്തൻ ടയറാണ് കേട്ടോ. എന്താ ചോദിക്കുന്നത്? നമ്മൾ 78,000 രൂപയാണ് ചോദിക്കുന്നത്. 78. 78 ഒരു 10-12 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. 12,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും ഫിനാൻസിൽ. അടുത്തത് വന്നിട്ട് ക്ലാസിക്. അടുത്ത 2019 മോഡല് ക്ലാസിക് 350 ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ 42,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നീറ്റ് കണ്ടീഷനാണ്. ഫിനാൻസിനാണെങ്കിൽ എത്ര രൂപ ഡൗൺ പേയ്മെന്റ്? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് ഇതിന് ഫുൾ വില എന്ന് പറഞ്ഞാൽ 1,35,000 രൂപയാണ്. നമുക്കൊരു 35 രൂപയ്ക്ക് 25 രൂപയ്ക്ക് അടച്ചാൽ വണ്ടി സ്വന്തമാക്കാം. 25 രൂപ അടച്ചാൽ മതി. 25,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ക്ലാസിക് 350 ആണ്. അടുത്തതും ക്ലാസിക് തന്നെ അല്ലേ? അടുത്ത 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല.
39,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇത് അഡീഷണൽ എഞ്ചിനൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഓ ശരി ശരി. ബ്ലാക്ക് അടിച്ച വണ്ടിയാണ്. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല. 39,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിലാണ് വണ്ടി. 2017 ആയതുകൊണ്ട് കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. നമ്മളിവിടെ പ്രതീക്ഷിക്കുന്ന വരെ 1,10,000 രൂപ. 1,10,000 രൂപയാണ്. 1,10,000 രൂപയാണ്. നമുക്ക് അതിനകത്തൊരു 40 രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നു. 40 രൂപ അടച്ചാൽ ഫിനാൻസിൽ സ്വന്തമാക്കാം. അടുത്ത അതേ കണക്ക് 2019 മോഡൽ സിഗ്നൽസ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് സൈലൻസർ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. 31 രജിസ്ട്രേഷൻ. കിലോമീറ്റർ 27,000 കിലോമീറ്ററാണ്. ഓക്കെ. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ വിലയും 1,35,000 രൂപയാണ്. നമുക്കൊരു 25 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 2019 മോഡലാണ്. ഓക്കെ. ഇത് 350 ആണോ? ഇന്നലെ 350 മാത്രമേ സ്റ്റോക്കുള്ള പഴം എടുക്കാറില്ല. ഇല്ല. റയറായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് വല്ലതും എടുക്കുള്ളൂ, അല്ല എടുക്കത്തില്ല. അടുത്ത 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 29,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. ഡുവൽ ഡിസ്ക്, ഡുവൽ ചാനൽ, ABS എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ ഓക്കെ. ഇതും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ടയർ കാര്യങ്ങൾ ഫ്രണ്ട് പുത്തൻ ടയറാണ്. വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷൻ, ഹൈ ക്വാളിറ്റി. ഓക്കെ. നമുക്കൊരു 1,40,000 കൊടുക്കാം. 2019 സിംഗിൾ ഓണർ ഡുവൽ ഡിസ്ക് റെഡ് കളറായിട്ടുണ്ടോ കേട്ടോ. ഓക്കെ ഓക്കെ. 1,40,000 രൂപ. പിന്നെ ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കണം? ഡൗൺ പേയ്മെൻറ്റ് ഇത് നമുക്കൊരു 30 രൂപ അടച്ചാൽ വണ്ടി സ്വന്തമാക്കാം. 30 രൂപ അടച്ചാൽ മതിയല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത അതേ കണക്ക് 2019 മോഡൽ സിഗ്നൽസ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. തേക്ക് ടയർ പുത്തൻ, ഫ്രണ്ട് ടയറും പുത്തൻ. ഓക്കെ ഓക്കെ. നീറ്റ് കണ്ടീഷൻ. വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ ചോദിക്കുന്നത്? ഇത് 1,35. 1,35. ഡൗൺ പേയ്മെൻറ്റ് 25 രൂപ. 2019 മോഡലിനാണ് 25,000 ഡൗൺ പേയ്മെൻറ്റ്. ഓക്കെ ഓക്കെ. അടുത്ത 2018 മോഡൽ. 18 മോഡൽ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. JBയുടെ സൈലൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. അത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. സൈലൻസർ അല്ലേ? ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ ചോദിക്കുന്നുണ്ട്? ഇത് 1,25,000 രൂപ. 1,25,000 രൂപ. ഓക്കെ. നമുക്കൊരു 25 രൂപ 30 രൂപ അടച്ചാൽ ആ വണ്ടി സ്വന്തമാക്കാം. ഡുവൽ ഡിസ്ക് ആണ്. ഓക്കെ ഓക്കെ. ഡുവൽ ഡിസ്ക് വണ്ടിയാണ്. 25 രൂപ 30 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ സ്വന്തമാക്കാൻ പറ്റും. അടുത്ത 2021 മോഡൽ BS6 വേരിയൻ്റ് വരുന്ന ഇഞ്ചക്ടറും വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഡുവൽ ഡിസ്ക്, ഡുവൽ ABS എല്ലാം ഉണ്ട്. ഇത് വില വരുന്നത് 1,85,000. നമുക്കൊരു 45 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. 1,55,000 ചോദിക്കുന്നുണ്ടല്ലേ? 1,55. 2021 വണ്ടിയാണിത്. 21 മോഡൽ വണ്ടിയാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യം. എവിടെ ചെന്നാലും 1,65 വില വരും. ഓക്കെ ഓക്കെ. ഏകദേശം 40 രൂപ 45 രൂപ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിലുണ്ട്. ഫിനാൻസിനുണ്ട്. ഓക്കെ ഓക്കെ. അടുത്തതും ക്ലാസിക് ബ്ലാക്ക് അല്ലേ? അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീലൊക്കെ ചെയ്ത് 2019 മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടയർ പുതിയതാണ്. ഓക്കെ. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,45,000 രൂപ. ഇൻഡിക്കേറ്റർ ഇല്ല, നമുക്ക് മാറി കൊടുക്കാം. ഓക്കെ. പുതിയ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് 1,45,000 രൂപ. നമുക്കൊരു 35 രൂപ ഉണ്ടെങ്കിൽ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ ഓക്കെ. അടുത്ത 2019 മോഡൽ സിഗ്നൽസ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ. ഇത് അഡീഷണൽ സൈലൻസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. സൈലൻസർ നല്ല നീറ്റ് കണ്ടീഷനാണ്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. 2019 മോഡലാണ്. 1,35,000 രൂപ. 1,35,000. ഒരു ഇൻഡിക്കേറ്റർ മാറേണ്ടവരല്ലേ? അതെല്ലാം മാറി കൊടുക്കും. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഓക്കെ ഓക്കെ. ഇന്ന് വന്ന വണ്ടിയാണ്. ഓക്കെ. 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ഓക്കെ. വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കാം. നമുക്ക് ഫുൾ പ്രൈസ് 1,35,000. ഒരു 25,000 ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ആ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ ഓക്കെ. അടുത്തത് ക്ലാസിക്. അടുത്ത അറിയണമെങ്കിൽ 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചെയ്തില്ല. ക്രാഷ് കാർഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. വണ്ടി നീറ്റാണ്. 24,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 1,35,000 രൂപയാണ് അതിൻ്റെ വില. നമുക്കൊരു 25 രൂപ ഉണ്ടെങ്കിൽ ഇത് ബാക്കി ലോൺ കിട്ടുന്നതായിരിക്കും. വേണ്ടവർക്ക് വിളിക്കാം. അടുത്ത 2018 മോഡൽ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഡുവൽ ഡിസ്ക് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. നമുക്കൊരു 1,25,000 രൂപ കൊടുക്കാം. 1,25,000 രൂപയ്ക്ക് ഒരു ഫസ്റ്റ് ഒരു 15 രൂപ 20 രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. 15 രൂപ 20 രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് എടുത്താൽ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അടുത്ത 2023 മോഡൽ ഹൺഡ്രഡാണ്. ഓക്കെ. 2023 മോഡൽ ഹൺഡ്രഡ്. സിംഗിൾ ഓൺഷിപ്പാണ്. വൈറ്റ് കളറാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഇത് ഡുവൽ ഡിസ്ക് ABS എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ. ബാറ്ററി ഡൗൺ ആണ് കേട്ടോ. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് എവിടെ ചെന്നാലും 1,70,000 ആരും ചോദിക്കും. 23 വണ്ടിയാണ്. നമ്മളിവിടെ ചോദിക്കുന്നത് 1,50,000 രൂപ. 1,50,000, 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. 40 രൂപ നമുക്ക് ഫസ്റ്റ് അടയ്ക്കുകയാണെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 40,000 രൂപ അല്ലേ? 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നടത്തിയാൽ ബാക്കി 1,10,000 രൂപ ഫിനാൻസ് ചെയ്ത് തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. റോയൽ എൻഫീൽഡ് 100 350. ഓക്കെ. അടുത്ത 2018 മോഡൽ സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്ലാക്ക് എഡിഷനാണ്. 33,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപ. 1,25,000. നമുക്കൊരു 20 രൂപ 25 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. ഓക്കെ. അടുത്ത 2018 മോഡൽ ക്ലാസിക് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡുവൽ ഡിസ്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് ക്യാരി ബാഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ പെട്ടിക്ക് തന്നെ ഏകദേശം ഒരു 5,000 രൂപ 6,000 രൂപയോളം വിലയുണ്ട്. 37,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം റൺ ചെയ്തിട്ടുള്ളത്. നിലവിൽ അപാകതയുള്ള കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസും 1,25,000 രൂപ. 1,25,000 രൂപ. അതിൽ എത്ര ഡൗൺ പേയ്മെൻറ്റ് അടച്ച വണ്ടി ഇറങ്ങാൻ പറ്റും ഫിനാൻസിന്? നമുക്കൊരു 20 രൂപ 20 രൂപ അടച്ചിറക്കാം അല്ല? നീറ്റ് വണ്ടി അല്ലേ? 20-25 രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ നീറ്റ് വണ്ടിയാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അടുത്തത് ഇലക്ട്ര 2019 മോഡൽ. 19 മോഡൽ ഇലക്ട്ര. 19 മോഡൽ. ഇത് സാധാ ഇലക്ട്ര നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്. ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. 31,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് സൈലൻസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ഓക്കെ. നമുക്ക് എന്താ ചോദിക്കുന്നത്? 1,10. 1,10. നമുക്കൊരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 20,000 രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ റെഡി പേയ്മെൻറ്റ് ആണെങ്കിൽ 1,10,000 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങേണ്ടി വരും. അടുത്തത് ഇത് വണ്ടി അഡ്വാൻസ് ആയിരിക്കുവാണ്. ഓക്കെ. 2020 മോഡൽ BS6 സ്റ്റാൻഡേർഡാണ്. ഡിസ്ക് ABS എല്ലാം വരുന്ന വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് സൈലൻസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 33,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ഓക്കെ. നിലവിൽ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ വില എന്ന് പറഞ്ഞാൽ 1,30. 1,30,000 രൂപയാണ് ചോദിക്കുന്നത്. എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും ഫിനാൻസിനാണേ? ഇത് 20 രൂപ. 20 രൂപ. 20 രൂപ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടിയാണ്. അടുത്ത 2018 മോഡൽ ക്ലാസിക് സ്റ്റാൻഡേർഡാണ്. അഡീഷണൽ ആയിട്ട് സൈലൻസർ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ വന്നിട്ട് 26,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. അതിൻ്റെ ഫുൾ പ്രൈസ് 1,10,000 രൂപ. 1,10,000 രൂപ. നമുക്കൊരു 20 രൂപ 22 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. ഓക്കെ. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അടുത്ത 2019 മോഡൽ ABS വരുന്ന സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. അഡീഷണൽ ആയിട്ട് സൈലൻസർ കാര്യങ്ങളും അതിനകത്തും ചെയ്തിട്ടുണ്ട്. ഇത് ABS വണ്ടിയാണ്. നോർമലി എവിടെ ചെന്നാലും 1,25,000 രൂപ 1,30,000 മാർക്കറ്റ് ഉണ്ട്. നമ്മൾ 1,20,000 രൂപയാണ്. 1,20,000 രൂപ. നമുക്കൊരു 10-25 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. ഓക്കെ. അടുത്തത് സ്റ്റാൻഡേർഡ്. അടുത്ത 2019 മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന സ്റ്റാൻഡേർഡ്. കിലോമീറ്റർ 23,000 കിലോമീറ്ററാണ് വണ്ടി എടുത്തിട്ടുള്ളത്. ഓക്കെ. ഫ്രണ്ട് പുത്തൻ ടയറാണ് വരുന്നത്. ABS ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപ. 2019 മോഡൽ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്കൊരു ലാസ്റ്റ് ഒരു 25 രൂപ 30 ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. അടുത്തത് സ്റ്റാൻഡേർഡ് തന്നെ. അടുത്തത് സ്റ്റാൻഡേർഡ് 2020 ലാസ്റ്റ് വണ്ടിയാണ്. നമ്പർ വണ്ടിയാണ്. സിംഗിൾ ഓൺ ഒറ്റ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല. നീറ്റ് വണ്ടി അല്ലേ? മറ്റേ നല്ല നീറ്റ് വണ്ടിയാണ്. നിലവിലെ ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 27,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. എന്താ ചോദിക്കുന്നത്? ഇത് നമ്മൾ 1,38. 1,38,000. 1,38,000 രൂപ. ഓക്കെ. വാങ്ങാൻ താല്പര്യമുള്ളവർ കൊടുക്കുക. അടുത്തതും സ്റ്റാൻഡേർഡ് തന്നെയാണ്. അടുത്ത 2018 മോഡല് പഴയ മോഡലിലേക്ക് പിള്ളേരെല്ലാം കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. 25,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ക്രാങ്ക് വെയിറ്റ് കാര്യങ്ങളെല്ലാം കൂട്ടിയ വണ്ടിയാണ്. പഴയ മോഡൽ ഹാൻഡിൽ എല്ലാം അതേ കണക്ക് സെറ്റ് ചെയ്തെടുത്ത വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,10,000 രൂപ. 1,10,000 രൂപയ്ക്ക് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയാണ്. ഓക്കെ. ഓക്കെ. ഫിനാൻസ് എടുത്തില്ലേ? ഫിനാൻസ് കിട്ടും. നമുക്കൊരു 20 രൂപ 22 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 20,000 രൂപ 22,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ സ്റ്റാൻഡേർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നീറ്റ് വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അടുത്ത 2018 മോഡൽ സെയിം ഇത് നമ്മൾ പറഞ്ഞ കണക്ക്
ഇത് 18 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ആ കിലോമീറ്റർ 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. KL01 രജിസ്ട്രേഷനാണ്. KL01 ആണ്. 01 വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. ഓക്കെ. വണ്ടി വാഷ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, കൊണ്ടുവന്നല്ലോ. എടുത്തങ്ങ് വെച്ച്. ഓക്കെ. 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടി 1,10,000 നമുക്ക് ഒരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 20 രൂപ സ്വന്തമാക്കാം അല്ലേ? ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏകദേശം 10-25ഓളം ബുള്ളറ്റുകളാണ് ഇരിക്കുന്നത്. ഏകദേശം 20 രൂപ, 25 രൂപ, 15 രൂപയ്ക്ക് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് കൂടുതലും ഇരിക്കുന്നത്. അടുത്തത് വന്നിട്ട് R15 വേർഷൻ 2 അല്ലേ? 2017 മോഡൽ R15 വേർഷൻ 2. ആ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ, 70 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. 70,000 രൂപ അല്ലേ? ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് കിട്ടും. നമുക്കൊരു 45 രൂപ വരെ ഫിനാൻസ് കിട്ടും. ബാക്കി ഡൗൺ അടക്കേണ്ടത്. ഓക്കെ ഓക്കെ. അടുത്തത് വേർഷൻ S ഇരിപ്പുണ്ടല്ലേ? ആ, അത് 2018 മോഡൽ വെർഷൻ 1 സിംഗിൾ ഓൺഷിപ്പിലുള്ള വരുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ഓക്കെ. ഇത് നമ്മൾ 70,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 70,000 അല്ലേ? 2018 ആണ്. 18 വെർഷൻ 1. ഓക്കെ ഓക്കെ. അടുത്ത 2015 മോഡൽ RC 200 BS3 വേരിയൻ്റ് ആണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ ഓടിയ വണ്ടിയാണ്. 42,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയേക്കുന്നത്. ആ, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 1,10,000 രൂപ. 1,10,000 ഫിനാൻസ് കിട്ടത്തില്ല. ഫിനാൻസ് കിട്ടത്തില്ലേ? നല്ല നമ്പർ ഉണ്ടല്ലേ? 6688 6688 ഫാൻസി നമ്പറാണ്. ഓക്കെ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അടുത്ത ഇരിക്കുന്നത് അടുത്ത 2020 മോഡൽ യമഹ R15 വേർഷൻ 3 അല്ലേ? വേർഷൻ 3. ഓക്കെ. എങ്ങനെയാണ് ചോദിക്കുന്നത്? അത് 1,20,000 രൂപ. 1,20,000 രൂപയാണ് ചോദിക്കുന്നത്. ബ്ലാക്ക് എഡീഷൻ വണ്ടിയാണ്. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. എല്ലാം പക്കയാണ്. ഓക്കെ. 2020 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അടുത്തത് വേർഷൻ 4 അല്ലേ? അടുത്ത 2022 മോഡൽ യമഹ R15 വെർഷൻ 4 സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ. ഓക്കെ. വെർഷൻ 4 ആണ്. എവിടെ ചെന്നാലും 1,70,000 മാർക്കറ്റുള്ള വണ്ടിയാണ്. നമ്മളിവിടെ ചോദിക്കുന്നത് 1,40,000 രൂപ. നമുക്കൊരു 30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ ഓക്കെ. അടുത്തത് NS അല്ലേ? NS എന്താ ചോദിക്കുന്നത്? NS 2020 മോഡൽ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 30,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 95,000 രൂപ. 95,000. നമുക്കൊരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. അടുത്തത് യൂണിക്കോൺ അല്ല, നീറ്റ് വണ്ടി അല്ലേ? യൂണിക്കോൺ. ഓക്കെ. യൂണിക്കോൺ 2022 മോഡൽ. ആ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 23,000 കിലോമീറ്ററാണ് ഓടിയിട്ടുണ്ട്. 23,700 കിലോമീറ്റർ. 20 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ആ, നല്ല കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. ഫിനാൻസ് കിട്ടത്തില്ലേ? ആ, 97 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 97,000 രൂപ അല്ലേ? നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ് ഒരു വണ്ടിയാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും 20 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. 20,000 രൂപയ്ക്ക് യൂണിക്കോൺ അല്ലേ? 20,000 രൂപയ്ക്ക് യൂണിക്കോൺ. അടുത്ത ഡൊമിനാർ 250. അടുത്ത ഡൊമിനാർ 250 2021 മോഡൽ സിംഗിൾ ഓണർ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷൻ. 1,40,000 രൂപ. നമുക്കൊരു 30 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ ഓക്കെ. അടുത്തത് RS അല്ലേ? RS എന്താ ചോദിക്കുന്നത്? RS 2020 മോഡൽ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അഡീഷണലായിട്ട് ഇത് കസ്റ്റം ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അഡീഷണൽ നല്ല എമൗണ്ടായി. ഈ മിറർ രണ്ടെണ്ണം തന്നെ 4,000 രൂപയോളം കോസ്റ്റ് വരുന്നത്. ഏകദേശം ഒരു 15,000 രൂപ 20,000 രൂപയോളം അഡീഷണൽ ഫിറ്റ് ചെയ്ത വണ്ടിയാണ്. പെയിൻറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ്. ഓക്കെ ഓക്കെ. നമുക്ക് കിട്ടുന്ന 2020 വണ്ടി 1,15,000 രൂപ. 1,15,000 രൂപ. ആരാണെങ്കിലും 130 ചോദിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. എത്ര രൂപ പണിഞ്ഞ് വെച്ചേക്കുന്ന വണ്ടിയാണ്. ഡൗൺ പേയ്മെൻറ്റ്? ഡൗൺ പേയ്മെൻറ്റ് നമുക്കൊരു 40 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. 40 രൂപ അല്ലേ? മറ്റേതോ? മറ്റേ ബ്ലാക്ക് RS തന്നെ അല്ലേ? അടുത്ത് 2022 വണ്ടി. 22 വണ്ടി സിംഗിൾ ഓണർ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 1,40,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. ഒരു 30 രൂപയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. 30,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ RS ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഡല് 2022 മോഡൽ. അടുത്ത RSന് ശേഷമുള്ളത് RC 2018 മോഡൽ BS4 വേരിയൻ്റ് ആണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. BS4 വേരിയൻ്റ് ആണ്. നമ്മൾ ചോദിക്കുന്നത് 1,40,000 രൂപ. നിലവിൽ 1,50,000 രൂപ 1,55,000 മാർക്കറ്റുള്ള വണ്ടിയാണ്. ഓക്കെ. ഫിനാൻസ് നമുക്ക് ലഭ്യമാണ്. നമുക്കൊരു 40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 40,000 രൂപ ഉണ്ടല്ലേ? 2018 മോഡൽ BS4 ആണ്.
ഓക്കെ ഓക്കെ. ഇതേതാ മോഡല്? 2018 മോഡല്, ഡുവൽ ഡിസ്ക് വരുന്ന ABS കാര്യങ്ങളെല്ലാം വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. കസ്റ്റമറെ പുറത്ത് പേര് കൊടുക്കൂല, പേര് മാറി കൊടുക്കും, നമ്മുടെ പേരിലേക്ക് മാറിക്കൊണ്ട് വണ്ടി നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. RC പക്ഷേ 2 പോയിട്ടുണ്ടല്ലേ, സെക്കൻഡ് ഓണർഷിപ്പ് തന്നെ പറയും. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. ഇതിന്റെ ഫുൾ വിലയെന്ന് പറഞ്ഞാൽ 1,35,000 രൂപയാണ്. നമുക്ക് ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. ABS എല്ലാം ഉള്ള വണ്ടിയാണ്. 2 ഡുവൽ ചാനൽ ABS ആണ്. സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. പുതിയ പുത്തൻ കാർബറേറ്റർ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ്. കസ്റ്റമർ പേര് മാറിയേ കൊടുക്കത്തുള്ളൂ പറഞ്ഞിട്ട് നമ്മുടെ പേര് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. അവർ പേര് മാറാൻ കൊടുക്കില്ല, അങ്ങനെ നമ്മുടെ പേരിലേക്ക് അറിയതാണ്. ഒറ്റക്കായി വണ്ടിയാണ്. RCയിൽ നിലവിൽ സെക്കൻഡ് ഓണറാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. KL3 പത്തനംതിട്ട രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല ഒരുപാട് വണ്ടികളുണ്ട്. ഫുൾ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാവും. ഈ വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 60ഓളം വണ്ടികളാണ് ടോട്ടൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ കാണുന്ന വണ്ടികളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടുന്നതാണ്. അതായത് ഏകദേശം 15,000 രൂപ, 20,000 രൂപ, 25,000 രൂപ, അങ്ങേറ്റം പോയ ഒരു 40,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് ഈ ഇരിക്കുന്ന വണ്ടികളെല്ലാം. അപ്പോൾ വണ്ടികളൊക്കെ വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്നത്. ഏകദേശം 60ഓളം വണ്ടികൾ ഇരിപ്പുണ്ട്. ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം 10-25ഓളം ബുള്ളറ്റ് ഐറ്റംസ് ഇരിപ്പുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞെടുക്കാം. ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ ചടയമംഗലം, അതായത് ജഡായിപ്പാറ. അതാകുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ജഡായിപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ചടയമംഗലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ജഡായിപ്പാറയ്ക്ക് ഒരു 100 മീറ്റർ എതിർവശം, അതായത് MC റോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴത്തേക്ക് ജഡായിപ്പാറ കഴിഞ്ഞ് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഷോപ്പാണ് ലെഗസി. കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, നിങ്ങളുടെ ഇരിക്കുന്ന വണ്ടി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക്, വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അമീറിനെ വിളിക്കാം. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. അപ്പോൾ ഫിനാൻസ് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും കിട്ടുന്നതാണ്. കാസർഗോഡ് ജില്ലക്കാർക്ക് മാത്രമുള്ള ചെറിയൊരു പ്രശ്നം, ബാക്കി എല്ലാവർക്കും ഫിനാൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സിവിൽ ചെക്കാനുള്ള കാര്യങ്ങളല്ല അല്ലേ? ഞങ്ങൾ രാവിലെ വരുവാണെങ്കിൽ നമുക്ക് ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോഴേ നമുക്ക് വണ്ടി കൊടുക്കാം. ഇപ്പോൾ ഇന്ന് ഈ കസ്റ്റമർ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ, ലോൺ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ടുപേരും നമ്മുടെ ഇന്ന് കസ്റ്റമർ ഉണ്ട് ഇവിടെ. അവർക്ക് എല്ലാം വന്നിട്ട് പെട്ടെന്ന് റെഡി, ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് അവർക്ക് റെഡി ആയി. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. കൊണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ബുള്ളറ്റിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട, കൊല്ലം ജില്ലയിലെ ചടയമംഗലം. ജഡായിപ്പാറയ്ക്ക് സമീപം 100 മീറ്റർ ജഡായിപ്പാറയ്ക്ക് സമീപം തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ നിലമേൽ നിന്ന് വരുമ്പോഴത്തേക്ക് കുരിയോട് കഴിഞ്ഞ് ചടയമംഗലം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ചടയമംഗലം ജംഗ്ഷൻ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുന്നേ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ ഉറപ്പായിട്ടും വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വരിക. പിന്നെ റോഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം വണ്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ഏകദേശം 10-60ഓളം വണ്ടികളാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളത് ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം. അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.